ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററായ ജൂലിയ ആലൂണ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. സൈഡ് ക്വസ്റ്റ്യൻസ്. मैं नहीं उतरूंगी लड़की के इस निर्णय पर आपका विचार क्या है? ഞാൻ ഇറങ്ങില്ല. मैं नहीं उतरूंगी എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങില്ല. ലഡ്കിയുടെ ഈ നിർണയം എന്ന് വെച്ചാൽ തീരുമാനത്തിൽ നിങ്ങൾക്കുള്ള വിചാരം എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. एक लड़की के साहस और जय के प्रति प्रेम को दर्शिता है. एक लड़की ആ പെൺകുട്ടിയുടെ സാഹസത്തിൻ്റെയും ജയത്തിൻ്റെയും നേർക്ക് സ്നേഹമാണ് ദർശിക്കുന്നത്, കാണുകയും ചെയ്തത്. യഹ നിർണയ പ്രേം സെ പേട് കോ ബച്ചാനെ കി പ്രേരണ ദേത്താ ഹെ. ആ ഒരു നിർണയം എന്ന് വെച്ചാൽ തീരുമാനം സ്നേഹത്തോടെ പേടിനെ എന്ന് വെച്ചാൽ വൃക്ഷത്തെ രക്ഷിക്കാനുള്ള പ്രേരണയും നൽകുന്നു. അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ലഡ്കി ചഹചഹായി. യഹാം ചഹചഹായി ശബ്ദ കാ പ്രയോഗ ക്യാം കിയാ ഹോഗ. പെൺകുട്ടി എന്ത് ചെയ്തു? ചിടിയ പക്ഷികളെ പോലെയുള്ള അലയ്ക്കുന്ന ശബ്ദമാണ് ചഹചഹായി. അങ്ങനെ അലറി. ഇവിടെ ചഹചഹായി എന്ന ശബ്ദത്തിൻ്റെ പ്രയോഗം ക്യാം കിയാ ഹോഗ എങ്ങനെയാണ്? ആൻസർ നോക്കിയേ. ലഡ്കി ചിടിയോം കെ സമാൻ പേട് പർ കോസല ബനാത്തി ഹേ. പെൺകുട്ടി പക്ഷികളെ പോലെ പേടെന്ന് വെച്ചാൽ വൃക്ഷത്തിൽ കോസല കിളിക്കൂട് അല്ലെ പക്ഷിക്കൂട് ബനാത്തിഹെ നിർമ്മിച്ചു. ഉസ്മെ രക്തിഹെ അതിൽ താമസിച്ചു. ചഹചഹായി ശബ്ദ ലഡ്കി ചിടിയോം ജൈസി സ്വതന്ത്ര ഭാവന और ഉത്സാഹ കോ ദർശിതഹെ. ചഹചഹായി എന്ന ശബ്ദം ലഡ്കി ചിടിയായെ പോലെ, അതായത് പക്ഷികളെ പോലെ സ്വതന്ത്രമായ ഭാവത്തോടും ഉത്സാഹത്തോടും ആണ്, അല്ലെ ആ കുട്ടിയുടെ ഉത്സാഹവുമാണ് ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. സ്വതന്ത്രമായ ഭാവനയും പിന്നെന്തുവാ ഉത്സാഹവുമാണ് ആ കുട്ടിയുടെ ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ. 738 दिनों तक के पेड़ काटने का इंतजार करने के बाद एक दिन में आदमी चुपचाप वहाँ से जाने लगा. 738 ദിനങ്ങൾ വരെ പേട് കാട്ടിനെ പെർ എന്ന് വെച്ചാൽ പേടെന്ന് വെച്ചാൽ വൃക്ഷം കാട്ടിനെ മുറിക്കുക എന്ന ഇന്ദസാർ പ്രതീക്ഷയ്ക്ക് ശേഷം ഏക് ദിൻ ഒരു ദിവസം ആ ആത്മികൾ മനുഷ്യർ ചുപ്ചാപ്പ് മിണ്ടാതെ വഹാംസെ ജാനലക അവിടെ നിന്ന് ജാനലക എന്ന് വെച്ചാൽ പോകാൻ തുടങ്ങി. ഇസ് പെർ ആപ്കാ വിചാർ ക്യാ ഹേ. ഇതിൽ നിങ്ങൾക്കുള്ള വിചാരം എന്ത്? അത്രയും ആൾക്കാർ അവിടെ നിന്ന് ആ വൃക്ഷം കാട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാർ അവിടെ നിന്ന് 738 ദിവസങ്ങൾക്ക് ശേഷമാണ് പോയത്. അതിൽ നിങ്ങൾക്കുള്ള വിചാരം വ്യക്തമാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. പേട് ബച്ചാനെ കോ ജൂലിയ കാ പ്രയത്ന സഫൽ ഹുവ. വൃക്ഷത്തെ ബച്ചാന രക്ഷിക്കുക എന്ന ജൂലിയയുടെ പ്രയത്നം സഫലം കണ്ടു, എന്നുവെച്ചാൽ വിജയം കൈവരിച്ചു. യഹ ജൂലിയാക്ക് സാഹസ് ആർ സങ്കല്പ് ഫി ജീത്ത് ഹേ. ഇത് ജൂലിയയുടെ സാഹസത്തിൻ്റെയും അല്ലെ സാഹസവും സങ്കല്പവുമാണ് വിജയിക്കുകയും ചെയ്തത്. ജീത്ത് എന്ന് വെച്ചാൽ വിജയം. സച്ചി പരിശ്രമം കി സാത്തെ കോയി ഭി ബദലാവ് ജോ സക്ത ഹേ. സച്ചി പരിശ്രമം, യഥാർത്ഥമായ പരിശ്രമത്തിൻ്റെ കൂടെ, അതായത് യഥാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ കോയിഫി ആരെയും മാറ്റിമറിക്കാൻ കഴിയുകയും ചെയ്യും. അത്രയും എഴുതി കൊടുക്കണം കേട്ടോ. ബദല മാറുക. നെക്സ്റ്റ്. ഹട്ടെ കട്ടെ ആത്മീയോ കെ സേട്ട് ക്യാ കർണേ സേ കഹ. ഹട്ടെ കട്ടെ ആത്മീകളുടെ സേട്ട് പഠിപ്പിച്ചല്ലേ, അയാൾ എന്താണ് പറഞ്ഞത്? ആൻസർ നോക്കി. ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്കുള്ള അത് കേട്ടോ. പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പറെ തേസ് ഷോർ മച്ചായ. പേടിൻ്റെ നീച്ചെ താഴെ ലൗഡ് സ്പീക്കറിൽ കൂടി തേസ് ഷോർ എന്ന് വെച്ചാൽ ശക്തമായി ബഹളം വെച്ച കുട്ടിയെ എന്ത് ചെയ്യണം? ശല്യപ്പെടുത്തുക. അല്ലെങ്കിൽ പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാക്കർ ലഡ്കി കോ രാത്ത് ഫർ ജഗായ രഖ. പേടിൻ്റെ ഊപ്പർ എന്ന് വെച്ചാൽ മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തി പെൺകുട്ടിയുടെ ആ ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് സേട്ട് അറിയിച്ചത്. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കോൺവെർസേഷനാണ്, ചോദിക്കാൻ കൊള്ളാതെ. 738 दिनों तक के पेड़ काटने का इंतजार करने के बाद एक दिन वो आदमी वहाँ से जाने लगे. 738 ദിവസങ്ങൾ വരെ തക്ന്ന് വെച്ചാൽ വരെ പേട് കാട്ടിനേക്കാ ഇന്ദസാർ വൃക്ഷം മുറിക്കാം എന്ന പ്രതീക്ഷയ്ക്ക് ശേഷം ഏക് ദിൻ ഒരു ദിവസം ആ മനുഷ്യർ എന്ത് ചെയ്തു? അവിടെ നിന്ന് ജാനലഗയെ പോകുവാൻ തുടങ്ങി. वादा वाग्दाനം കേട്ടോ. കരോം യഹാങ്കെ കിസി ഫി പേട് കോ കഫി നഹീം കാട്ടേഗെ.
വാദ വാക്ക് നൽകുക, ഇവിടെയുള്ള ഓരോ വൃക്ഷത്തെയും കഫി നഹീം കട്ടുക, ഒരിക്കലും കട്ട് ചെയ്യില്ല എന്ന വാക്കും നൽകണം എന്ന് കുട്ടി പറഞ്ഞു അല്ലേ. ലഡ്കീനെ സേട്ട് സേ വാദ ലേ ലിയ, ലഡ്കിക്ക് സേട്ട് എന്ത് ചെയ്തു, വാദ അതായത് വാഗ്ദാനം നൽകുകയും ചെയ്തു. ഇസേ പ്രസംഗ പർ ജൂലിയ ആർ സേട്ട് കെ ബീച്ച് ബാത്ചിത്തെ തയ്യാർ കരെ, ഈ പ്രസംഗം എന്ന് വെച്ച സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ജൂലിയയുടെയും സേട്ടിൻ്റെയും ഇടയിലുള്ള ബാത്ചിത്തെ കോൺവെർസേഷൻ തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് കോൺവെർസേഷനാണ് ഫസ്റ്റ് ടൈമിൻ്റെ കേട്ടോ, ചോദിക്കാൻ കൊള്ളാവുന്നേ. നോക്കിയേ കോൺവെർസേഷൻ വായിക്കാൻ നോക്കിയേകളെ. സേട്ട് ലഡ്കി നീച്ചെ ഉദറാവോ, ലഡ്കി നീച്ചെ എന്ന് വെച്ചാൽ പെൺകുട്ടി താഴേക്ക് ഇറങ്ങി വരൂ. ജൂലിയ ഇല്ല, മേ നഹീം ഉദറുങ്കി, ഞാൻ ഇറങ്ങില്ല. സേട്ട് ഹമേം പേട് കാട്ടുത്താഹേ, ഞങ്ങൾക്ക് വൃക്ഷം മുറിക്കണം. ജൂലിയ പറയുന്നു യഹ് പേട് മേരാ ദോസ്ത് ഹേ, ഈ വൃക്ഷം എൻ്റെ ആരാണ്, ദോസ്താണ്, കൂട്ടുകാരൻ ആണ്. സേട്ട് ഹമേ യഹാം ഇമാരത്ത് ബനാത്തഹേ, ഞങ്ങൾക്ക് ഇവിടെ ഇമാരത്ത് എന്ന് വെച്ചാൽ കെട്ടിടം നിർമ്മിക്കണം. ജൂലിയ പറഞ്ഞു ആപ്കെ ഇമാരത്തെ കഹീം ഓർ ബനാ കീജിയെ, താങ്കളുടെ കെട്ടിടം മറ്റെവിടെങ്കിലും ചെയ്താലും എന്ന് വെച്ചാൽ കൊണ്ടുചെന്ന് നിർമ്മിച്ചാലും. സേട്ട് തും കിത്തനെ ദിൻ യഹാം രഹോഗി, നീ എത്ര ദിവസം ഇവിടെ താമസിക്കും എന്ന്. ജൂലിയ പറഞ്ഞു ജബ് തക്ക് പേട് ബച്ച് ജായിക, എപ്പോൾ വരെയാണോ വൃക്ഷം രക്ഷപ്പെടുന്നത് ആ സമയം വരെ കുട്ടി ഇവിടെ താമസിക്കും എന്ന്. സേട്ട് തുമേ ഡർ നഹീ ലഗായ, നിനക്ക് ഡറില്ലേ, ഡർ എന്ന് വെച്ചാൽ ഭയം, നഹീ ലഗിത്ത, നിനക്ക് പേടി തോന്നുന്നില്ലേ എന്ന്. ജൂലിയ പറഞ്ഞു നയില്ല, ക്യോംകി എന്തുകൊണ്ടെന്നാൽ ലൂന മേലെ സാത്ത് ഹെ, ലൂന എൻ്റെ കൂടെ ഉണ്ട്. ആ മരത്തിൻ്റെ പേരാണത്, ആ കുട്ടിയുടെ പേരാണ് കേട്ടോ. സേട്ട് ടിക്കി ഹേ, ശരി. മേം പേടി നഹീം കാട്ടുങ്ക, ഞാൻ വൃക്ഷം മുറിക്കുന്നില്ല. ഉടൻ ജൂലിയ പറഞ്ഞു വാദ കീജിയെ, വാക്ക് നൽകിയാലും യഹാങ്കെ കിസിഫി പേടുക്കോ കഫി നഹീം കാട്ടെങ്കെ, ഇവിടെയുള്ള ഒരു വൃക്ഷങ്ങളെയും ഒരിക്കലും മുറിക്കില്ല എന്ന് വാക്ക് നൽകിയാലും. സേട്ട് ടിക്കി ഹേ, അദ്ദേഹം ടിക്കി ഹേ എന്ന് വെച്ചാൽ ശരി. വാദാകർത്താഹെ, വാക്ക് നൽകുന്നു. ജൂലിയ ധന്യവാദ്, അത്രയും കൊടുത്ത് എഴുതി നിർത്തുക കേട്ടോ. കോൺവെർസേഷൻ എക്സാമിന് കൊള്ളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കും നോക്കിയേ. ദേശിക വികാസ് അര പ്രകൃതി സംരക്ഷൺ, ദേശത്തിൻ്റെ വികാസവും പ്രകൃതിയുടെ സംരക്ഷണവും എന്ന ടൈറ്റിലോട് കൂടിയുള്ള ലേഖനമാണ് എഴുതിയിരിക്കുന്നത്, നോക്കിയിരിക്കണം കേട്ടോ. ദേശിക വികാസേ സെരുരിഹേ, ദേശത്തിൻ്റെ വികാസം എന്താണ്, സെരുരിയാണ്, ആവശ്യം തന്നെ ആണ്. ഹമേം മക്കാനോം കർക്കാനോം സ്കൂളോം അർസ്പതാൽ ഫീ സെറുരിഹേ, നമുക്ക് എന്തൊക്കെയാണ് മക്കാനോം കെട്ടിടങ്ങളെ, കർക്കാന ഫാക്ടറികളെ, സ്കൂളുകളെ, അസ്പതാൽ ഹോസ്പിറ്റൽ എന്നിവയും ആവശ്യമാണ്. ഇസി പ്രകാർ ഇതേ രീതിയിലെ പ്രകൃതിക്ക് രക്ഷാഭി ആവശ്യകേ, ഇതേപോലെ പ്രകൃതിയുടെ രക്ഷയും നമുക്ക് ആവശ്യം തന്നെ ആണ്. പേടെ നദിയാം പഹാടെ ഹമേം ജീവൻ ദേത്തെ ഹൈം, പേട് മരങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ എന്നിവ നമുക്ക് ജീവൻ നൽകുന്നു. പ്രകൃതി കോ നാശ് കർണേ സേ ജീവൻ ബിഗഡ് ജായക, പ്രകൃതിയെ നാശത്തിലേക്ക് നയിച്ചാൽ ജീവിതം എന്ത് ചെയ്യും, ബിഗഡ്, ജീവനും എന്ത് ചെയ്യുന്നു, ബിഗഡ് നശിക്കുകയും ചെയ്യുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് ജൽ ജംഗലെ ആർ സെമീൻ കോ ബെച്ച്നാ ചാഹിയെ, അതുകൊണ്ട് ജലത്തെയും ജംഗൽ വനത്തെയും സെമീൻ ഭൂമിയെയും ബെച്ചാനാ ചാഹിയെ, രക്ഷിക്കുക തന്നെ വേണം. വികാസറെ പ്രകൃതിമേ സന്തുലൻ ഹോനാ ചാഹിയെ, വികാസവും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയും ആവശ്യമാണ്. ഹം സബ് മിൽക്കറെ പ്രകൃതിക്ക് രക്ഷാ കർണി ചാഹിയെ, നമ്മളെല്ലാവരും കൂടി പ്രകൃതിയെ രക്ഷിക്കുക തന്നെ ചെയ്യണം. തഫി, അപ്പോൾ ഹമാരാ ദേശിക്കോ ഉന്നതി ഹോ ജായക, നമ്മുടെ ദേശത്തിൻ്റെ ഉന്നതി, ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. സോറി, പനിയായിരുന്നു കേട്ടോക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. आप भी ലൂന के സംരക്ഷൺ पर പോസ്റ്റർ തയ്യാർ കരെ, ആപ്പ് ഫി ലൂന കെ സംരക്ഷൺ, നിങ്ങൾ ലൂനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. പോസ്റ്റർ എന്ന് വേണം എഴുതാം, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ബോക്സിനകത്ത് കൊടുക്കണം കേട്ടോ. ലൂന കോ ബച്ചായേ, ലൂനായെ ബച്ചായേ എന്ന് വെച്ചാൽ രക്ഷിക്കുക. എത്രയാ 1000 സാൽ കാ പേട്, 1000 വർഷം ഉള്ള പേട്, 1000 വർഷങ്ങൾ കൊണ്ടുള്ള വൃക്ഷമാണതെന്ന്. എന്നിട്ട് സൈഡിലേക്ക് പേട് ഹമാരാ ദോസ്ത് എന്ന് കൊടുക്കുക. പിന്നീട് ഹമേം പേട് ബച്ചായെങ്കിൽ, നമ്മൾക്ക് പേടിനെ ബച്ചായെങ്കിൽ രക്ഷിക്കണം. ദുനിയാക്കോ ഹരിയാലി ഫൈലായെങ്കിൽ, ലോകത്തെ ദുനിയ എന്ന് വെച്ചാൽ ലോകത്തെ ഹരിയാലി പച്ചപ്പിനാൽ, ഫൈലായെങ്കിൽ എന്ന് വെച്ചാൽ വ്യാപിക്കുക, അതായത് ലോകത്തെ പച്ചപ്പാൽ വ്യാപിപ്പിക്കുക. അടുത്ത നോക്കി സംസാർക്കോ രക്ഷാ കരെങ്കിൽ, ലോകത്തെ രക്ഷിക്കുക. പേട് പ്രകൃതി കാ ആശാൻ ഹേ, പേട് പ്രകൃതിയുടെ ആശാൻ എന്ന് വെച്ചാൽ
അഭിമാനം ആണ്. പേട് ഹമാരെ ജീവൻ കാ ആധാർ ഹേ. പേട് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കൂടി ആണ്. അറിയാവുന്ന പോയിന്റുകൾ വേണമെങ്കിൽ വീണ്ടും എഴുതാം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിയേ. ജൂലിയാക്ക് ഡയറിയിലേക്ക് ജൂലിയയുടെ ഡയറി തയ്യാറാക്കുക. ഡേറ്റും ഡേയും ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ആജ് മേരെ മൻമേ ഏക്ക് ഘടന യാദ് ആയി. ഇന്നെൻ്റെ മനസ്സിൽ ഒരു ഘടനാ സംഭവം വന്നു. ഹമാരെ ഗാവ് മേ കുച്ച് ആദ്മി പേട് കാട്ടിനെ ആയെ. ഞങ്ങളുടെ ഗ്രാമത്തിൽ കുറേ മനുഷ്യരെ പേടെന്ന് വെച്ചാൽ വൃക്ഷം കട്ട് ചെയ്യാൻ വേണ്ടി, മുറിക്കാൻ വേണ്ടി വന്നു. മേനേഹ് ദേഖാൻ, ഞാനത് കണ്ടു. മേൻ ചട്സെ പേട് പുറ ചഡ്ഗൈ. ഞാൻ ചട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ പേടിലേക്ക് ചഡ്ഗൈ കയറി. പേട് കെ ഡാലി പർ കോസല ബനാക്കർ രഖ്തേ. പേടിൻ്റെ ഡാലി ശിഖരത്തിൽ കോസല എന്ന് വെച്ചാൽ പക്ഷി കൂടെ നിർമ്മിച്ച് താമസിച്ചു. ലോകോംനെ മുച്ചേ കുച്ച് ചീസയും ആക്കറേം ദേ ദിയ. ആൾക്കാർ കുറച്ച് ചീസ് വസ്തുക്കൾ എനിക്ക് കൊണ്ടുവന്ന് നൽകി. കാട്ടിനെ വാലോം കാ സേട്ട് മുച്ചയം ഉദാഹരണ കീലിയെ കൈ ഉപായ് കർത്തെ. കാട്ടിനെ വാല വൃക്ഷം മുറിക്കുന്ന ആൾക്കാരുടെ സേട്ട് ജി എന്നെ അതിൽ നിന്നും ഉദാഹരണം വെച്ചാൽ ഇറക്കാൻ വേണ്ടി ധാരാളം ഉപായങ്ങൾ ചെയ്തു. അന്തമേം ഏ ലോക ഡർ സേ ജാനെ ലഗ. അവസാനം ആ ആൾക്കാർ ഭയം കൊണ്ട് പോകാൻ തുടങ്ങി. മുച്ചേ സേട്ട് വാദ ദിയ. എനിക്ക് സേട്ട് വാക്കും നൽകി, അല്ലെ വാഗ്ദാനം നൽകി. കിസി ഫി പേട് കോ കാട്ടനഹി. ഒരു വൃക്ഷത്തെയും മുറിക്കില്ല എന്ന്. ഇസി പ്രകാർ സഫി പേട് ബെച്ച് ഗേ. ഇതേ രീതിയിൽ എല്ലാ വൃക്ഷങ്ങളും രക്ഷപ്പെട്ടു. മേം പേട് ദോസ്തിക്കോ ലൂന നാം ദിയ. ഞാൻ എൻ്റെ പേടായ ദോസ്തിക്ക് ലൂന എന്ന നാമധേയം നൽകി. അബ് ഫി ഹമാരി ദോസ്തി പക്കേ ഹേ. ഇന്നും ഞങ്ങളുടെ ദോസ്തി, കൂട്ടുകെട്ടലെ ഫ്രണ്ട്ഷിപ്പ് പക്കേ ദൃഢമുള്ളത് തന്നെ ആണ്. അത്രയും എഴുതി കൊടുക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിന് 2-3 കൂടെ ഉള്ളൂ. അതും കൂടെ നോക്കിയാൽ പറഞ്ഞു തരാം. നോക്കിയേ. കഹാനിക്ക് ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. കഥയെ അടിസ്ഥാനമാക്കി സഹി പ്രസ്താവ് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. പോയിന്റ് ഇവിടെ 5 ഉണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് വായിക്കാം. ലഡ്കിനെ ചുനൗത്തിയോം കാ സാമന കിയ. ലഡ്കി പെൺകുട്ടി ചുനൗത്തി വെല്ലുവിളികളെ നേരിട്ടു. അത് ശരിയാണ്. രണ്ടാമത്തെ ലഡ്കിനെ വിപത്തിമേ പേടുക്കോ ചോട് ദിയ. ലഡ്കി ആപത്ത് വന്നപ്പോൾ വൃക്ഷത്തെ ഉപേക്ഷിച്ചു. അത് തെറ്റാണ്. അങ്ങനെ ആ കുട്ടി ചെയ്തില്ല. അടുത്ത നോക്കിയ. ലഡ്കിനെ ജീവൻ കി സുവിധായും ചോട് ദി. ലഡ്കി അവരുടെ ജീവിത സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. അത് ശരിയാണ്. വൃക്ഷത്തിന് വേണ്ടി കേട്ടോ, ശരിയാണ്. അടുത്ത ലഡ്കി സേട്ട് കെ അജീബോം ഗറീബ് തർക്കീബോം സേട്ട് ഡർ ഗൈ ഹേ. ലഡ്കി സേട്ടിൻ്റെ വിചിത്രമായ ഉപായങ്ങൾ ഭയന്നു. തെറ്റാണ്, അങ്ങനെയല്ലായിരുന്നു. അടുത്ത ലഡ്കി അപ്പനി ദോസ്തി പറെ അടൽ രഹി. ലഡ്കി അവരുടെ ദോസ്തിയിലെ അടൽ രഹി, ഇളകാതെ നിന്നു. അതാണ് ശരി. അവിടെ 1-ത്തെയും 1, 3, 5 ശരി കേട്ടോ. അടുത്ത നോക്കിയേ. നമൂനയ്ക്ക് അനുസർ വാക്യക്ക് പുനഃലേഖൻ കരെ. വാക്യത്തിനെ പുനഃലേഖനം ചെയ്യാനാണ് തന്നിരിക്കുന്ന കീ ചേർത്ത് കേട്ടോ. കീ അതിൻ്റെ ലെഫ്റ്റിലാണ് വള്ളി. അത് കീ യോജകാണ്. 2 സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് യോജക ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കീ ഒന്ന് വായിക്കാം. മേ നഹി ഉദറോങ്കി ലഡ്കി ചില്ലായി. ഇപ്പം നമ്മൾ എഴുതിയ ആൻസറിലേക്ക് നോക്കിയാൽ ലഡ്കി ചില്ലായി കീ മേ നഹി ഉദറങ്കി. ആ കീ നടുക്ക് വേണം ഉപയോഗിക്കാൻ. അതുമാത്രമല്ല, കീ ചില സെൻറ്റൻസുകളുടെ ആദ്യം ഫസ്റ്റ് സെൻറ്റൻസ് എഴുതിയിട്ട് കീ എഴുതിയിട്ട് 2ാമത്തെ സെൻറ്റൻസ് എഴുതുക. അങ്ങനെ വരും. ചില സന്ദർഭങ്ങളിൽ 2ാമത്തെ സെൻറ്റൻസ് ആദ്യം എഴുതി കീ ചേർത്തിട്ട് പിന്നെ ആദ്യത്തെ എഴുതുക. അങ്ങനെയും വരും. അതായത് പൂച്ച, കഹ, ബോല, ബദായ, സോച്ച ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ സെൻറ്റൻസ് വേണം ആദ്യം എഴുതാൻ കേട്ടോ. എന്നിട്ട് കീ ആഡ് ചെയ്യണം. ആദ്യത്തെ ഒന്ന് വായിച്ചു നോക്കിയേ. ആത്മീയോനെ സോച്ച അഗീർ കഫീത്തോ ഉദരേഗി തബ് കട്ടേഗേ പേടുക്കോ. അപ്പോൾ സോച്ച കീ നാക്കണം. ആത്മീയോനെ സോച്ച കി അഗീർ കഫീത്തോ ഉദരേഗി തബ് കട്ടേഗേ പേടുക്കോ എന്നാക്കി കൊടുക്കുക. നെക്സ്റ്റ് നോക്കിയേ. കഹാനി പഠ്കർ സുനാവു അരെ കഫി ലടുക്കി പേടിസെ പൂച്ചിത്തി. കണ്ടോ, ആ പൂച്ചിത്തി എന്നുള്ള ഇവിടെ വന്നു. അതുകൊണ്ട് ആ സെൻറ്റൻസ് ആദ്യം എഴുതുക. കഫി ലടുക്കി പേടിസെ പൂച്ചിത്തി ഖി. പിന്നെ എഴുതണം കഹാനി പഠ്കറെ സുനാവു. നെക്സ്റ്റ് തും ഹമാരി ദോസ്തി കഫി നഹീൻ തോട് പാവുകയും ലഡ്കിനെ കഹ. കണ്ട, കഹ എഴുതണം. ലഡ്കിനെ കഹ കി തും ഹമാരി ദോസ്തി കഫി നഹീൻ തോട് പാവുകെ. അങ്ങനെ എഴുതുക. അടുത്ത ലഡ്കിനെ ബദായ വാദ കരോ വഹാം സെ കിസി ഫി പേട് കോ കഫി നഹീം കാട്ടേगे. കണ്ടോ, ബദായ കി. അപ്പോൾ ലഡ്കിനെ ബദായ കി വാദ കരോ യഹാം കെ കിസി ഫി പേട് കോ കഫി നഹീം കാട്ടോगे എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. കീ അത് ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഓക്കെ,
എക്സാം എടുക്കുമ്പോൾക്ക് ഒന്ന് സംയോജക വേറെ ഉണ്ട്, എല്ലാം കൂടെ ഒന്നിച്ചാക്കി പറഞ്ഞു തരും കേട്ടോ. ഇനി അടുത്ത് നോക്കി ഒരു ആക്ടിവിറ്റികളുണ്ട്, അത് നോക്കുക. കഹാനി കി ഘടന കോ ക്രം സേ ലിഖേ. കഹാനി കഥയെ ഘടനയനുസരിച്ച്, അതായത് കഥയനുസരിച്ച് ക്രമത്തിലാക്കി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ വായിക്കാൻ ഓർഡർലെസ് ആണ്, ഓർഡറാക്കി കൊടുക്കണം കഥയനുസരിച്ച് കേട്ടോ. ഏക്ക് രോസെ കുച്ച് ഹട്ടെ കട്ടെ ആത്മീ ഏക്ക് ബഡേ സെ പേട് കോ കാട്ടിനെ പഹുഞ്ചെ. അത് കറക്റ്റ് ഒന്നാമത്തെ അത് തന്നെയാണ്. ഒരു ദിവസം കുറച്ച് ബലവാന്മാരായ ആൾക്കാരെ വൃക്ഷം കട്ട് ചെയ്യാൻ വേണ്ടി എത്തി, അത് തന്നെയാണ് ഒന്ന്. ഇനി അടുത്ത് നോക്കി രണ്ടാമത്തെ നോക്കി. ലഡ്കി ചട് പേട് പെർ ചട് ഗയി. അങ്ങനെ ആൾക്കാർ എത്തിയപ്പോഴേ ലഡ്കി പെട്ടെന്ന് പേടിലേക്ക് കയറി. ഏറ്റവും അവസാനത്തെയാണ് രണ്ടാമത്തെ കേട്ടോ. ഇനി അടുത്ത് നോക്കിയ മൂന്നാമത്തെ. ലഡ്ക്കിനെ ചിടിയോം കി തരഹെ പേട് പറപ്പന കോസല ബനാലിയ. ലഡ്ക്കി പക്ഷികളെ പോലെ പേടിലെ കോസല പക്ഷിക്കൂട് നിർമ്മിച്ചു. അതാണ് മൂന്നാമത്തെ, സെക്കൻഡ് ലാസ്റ്റ് കേട്ടോ. ഇനി നാലാമത്തെ ഏതായിരിക്കും നോക്കിയും. ഹട്ടെ കട്ടെ ആത്മിയോം കെ സേട്ടിനെ അജീബ് ഗറീബോം തരീബയും ലഗായി. ആ ബലവാന്മാരായ ആൾക്കാരുടെ സേട്ടുജിയും പല പല ഉപായങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുത്തു? അവർക്ക് പറഞ്ഞു കൊടുത്തു, കുട്ടിയെ ഓടിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി. അതാണ് അടുത്ത നാലാമത്തത് കേട്ടോ. നെക്സ്റ്റ് അഞ്ചാമത്തത്. ലഡ്ക്കി ഓരോ പേടിക്ക് ഇർദ് ഗിർദ് ഹസാറോ ലോക ഇകട്ടാ ഹോനെ ലഗേ. ആ വൃക്ഷത്തിൻ്റെയും പേടിൻ്റെയും ഇർദ് ഗിർന്ന് വെച്ചാൽ ചാറ് കുറച്ച് ചുറ്റിനും ആയിരക്കണക്കിന് ആൾക്കാരെ ഇകട്ടാ ഹോനാന്ന് വെച്ചാൽ ഒന്നിച്ചുകൂടി. അതാണ് അഞ്ചാമത്തത്. അടുത്തത്. കൈ ദിനോം തക്കെ പേട് കാട്ടിനെ കാ ഇന്തസാർ കർണേക്കെ ബാധെ. കുറേ ദിവസങ്ങളെ പേട് മുറിക്കാം എന്ന പ്രതീക്ഷയ്ക്ക് ശേഷം ഏക്ക് ദിനം ഒരു ദിവസം ഈ ആത്മികളെ ചുപ്ചാപ് മിണ്ടാതെ വഹാംസേ ജാനലകി, അവിടെ നിന്ന് പോകുവാൻ തുടങ്ങി. അതാണ് ഓർഡർ കേട്ടോ. നോക്കി 1, 5, 6, 4, 3, 2 അങ്ങനെയാണ് ശരി കേട്ടോ. ഓക്കെ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠം എടുക്കാം കേട്ടോ. പനിയായിപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മക്കളെ, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ പനി.